स्थापितं येन भूतले किं रूपः कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपथकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णकरुणा सिन्धो राधाकान्त नमोऽस्तुते तप्तकाञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण कृष्णा कृष्णा हरे 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 राम 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 हरे हरे। मूगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं हरि ओं तत्सत्। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന 13-ാം അധ്യായം ആണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. എന്താണ് യഥാർത്ഥത്തിലുള്ള അറിവ്, ജ്ഞാനം എന്നതിനെ കുറിച്ചുള്ള അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ പറയുന്ന മറുപടിയാണ് നമ്മൾ ഈ 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്തു വരുന്നത്. മാനിത്വമതം വിത്തം അഹിംസ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരം ഏവച്ച ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരനഭിഷൃംഗഃ പുത്രദ്വാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനി പുഷ്ടോപവത്യഷു മയിച്ചാനന്യയോഗേന ഭക്തിരവ്യവിചാരിണി വിവിക്തദേശസേവിത്വം അരതിർജന സംസതി അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യതാ. ഈ 5 ശ്ലോകങ്ങളില് 20 കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും അതുകൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ഇനിയിപ്പോ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അടുത്തത് അനഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുണ്ട്. ഒന്ന് യഥാർത്ഥത്തിലുള്ള അഹങ്കാരം, ഒന്ന് മിഥ്യാഹങ്കാരം. നാം ഈ ശരീരമാണ് എന്ന് നമ്മൾ കരുതുന്നതാണ് മിഥ്യാഹങ്കാരം. നാം ഈ ശരീരമല്ല, നാം ആത്മാവാണ് എന്നുള്ള ആ തിരിച്ചറിവാണ് യഥാർത്ഥത്തിലുള്ള അഹങ്കാരം, അല്ലെങ്കിൽ അഹംഭാവം. ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഉടനെ നമ്മുടെ ശരീരത്തിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ്. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ അഹങ്കാരം എന്ന ഈ പോയിന്റിൽ പറയുന്നത്. ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നുണ്ട്, ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ബ്രഹ്മം എന്നുള്ള പദത്തിന് ഉപനിഷത്തിൽ പറയുന്നത് എന്താണ്? ആത്മാവ്. കാരണം ഈ ബ്രഹ്മം എന്നുള്ള പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഈ ശ്ലോകത്തില് അഹം ബ്രഹ്മാസ്മി എന്നതിൽ പറയുന്നത് ഞാൻ ആത്മാവാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അതാണ് യഥാർത്ഥത്തിലുള്ള ഈ അഹംഭാവം. അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നാം ആത്മാവാണ് എന്നുള്ള ചിന്ത. അപ്പോ ഈ നശ്വരമായിട്ടുള്ള ഈ ശരീരത്തെ കുറിച്ചിട്ടുണ്ടാകുന്ന അഹംഭാവമാണ് മിഥ്യാഹംഭാവം എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപേക്ഷിക്കണം. നമുക്ക് എപ്പോഴും ചൈതന്യ മഹാപ്രഭു പറയുന്ന പോലെ ജീവേര സ്വരൂപഹയ കൃഷ്ണേര നിത്യദാസ. നമ്മളുടെ എല്ലാം യഥാർത്ഥത്തിലുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഭഗവാന്റെ നിത്യദാസന്മാര് ആണ് എന്നുള്ളതാണ്. അപ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോ ഈ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം തന്നെ ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് ഒരുപാട് അഡ്വർടൈസ്മെന്റും കൊടുക്കുന്നുണ്ട്. കാരണം അത് വാങ്ങിക്കാനായിട്ട് ആൾക്കാരുമുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം ഈ ശരീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ശരീരത്തിന്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടും, മുടി നരച്ചതിന് ഉടനെ മുടി കറുപ്പിക്കണം, അതെല്ലാം തന്നെ മുഖത്തിന് ചുളിവ് വന്നതിന് ഉടനെ ഫേഷ്യൽ ചെയ്യണം, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മനുഷ്യർ
ഇന്നത്തെ കാലത്ത് ഒരുപാട് പൈസ ചെലവഴിക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണത്തിന് ചിലവഴിക്കുന്നതിനും കൂടുതൽ പൈസ നമ്മൾ ഈ ഇങ്ങനെയുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സിന് വേണ്ടി ചിലവഴിക്കുന്നത് ഇന്നത്തെ ഈ കലിയുഗത്തില്. അപ്പോ അത് നമ്മൾ ഈ ശരീരമാണ് എന്നുള്ള ആ മിഥ്യാഹംഭാവം കൊണ്ടാണ്. അപ്പൊ അത് നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മളുടെ എല്ലാവരും തന്നെ ഭഗവാന്റെ നിത്യദാസന്മാരാണ്. നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ആ കർത്തവ്യം എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പറയുന്നത് എന്താണ്? ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം. ജന്മം മൃത്യു ജരാവ്യാധി ഇതെല്ലാം തന്നെ നമുക്ക് ദുഃഖം തരുന്ന കാര്യങ്ങളാണ്. അപ്പോ പലരും ചോദിക്കും, എങ്ങനെയാണ് ജനനം നമുക്ക് ദുഃഖം തരുന്നത്? കാരണം ജനനം ഒരു വീട്ടിലുണ്ടാവുമ്പോൾ എല്ലാവരും സന്തോഷിക്കല്ലേ ചെയ്യുന്നത് എന്ന് പൊതുവെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ ജനനത്തിന് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്തേക്ക് വരുന്നതിന് മുമ്പുള്ള ആ ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് വളരെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയാണ്. അതിനെ പറ്റിയിട്ട് ശ്രീമദ് ഭാഗവതത്തിന്റെ 3-ാം സ്കന്ധത്തില് 31-ാമത്തെ അധ്യായത്തില് കപില മഹാമുനി തന്റെ അമ്മയായിട്ടുള്ള ദേവാഹുതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ വളരെ കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാണ് ആ ഗർഭപാത്രത്തിലെ അവസ്ഥ, ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ഒരുപാട് ശ്ലോകങ്ങൾ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് കൃമിഭിക്ഷത സർവാംഗ സൗകുമാര്യാത് പ്രദക്ഷിണം ഓരോ നിമിഷത്തിലും കൃമിഭിഹി ക്ഷത സർവാംഗ വിശപ്പ് മൂത്തിട്ട് ആ അമ്മയുടെ വയറ്റിനകത്ത് കിടക്കുന്ന വിരകളെല്ലാം തന്നെ സൗകുമാര്യാത് വളരെ പിഞ്ച് ഇളം മേനിയുള്ള ആ കുട്ടിയുടെ ശരീരത്തിൽ അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. പ്രദക്ഷിണം ഓരോ നിമിഷവും അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത്. അപ്പൊ എന്ത് പറ്റുന്നു? കുട്ടി മൂർച്ഛാമാപ്നോതി, ആ ഗർഭപാത്രത്തിനകത്ത് തന്നെ ബോധം കെട്ട് വീഴാൻ കുട്ടി. ഒരു ക്ലേശക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും പറ്റുന്നില്ല ആ ശരീരം. ഒരു എന്ന് പറഞ്ഞാൽ ശരീരം, ആ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ അങ്ങനെ ക്ലേശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എത്ര ഇതേ മുഹുഹു, ഓരോ നിമിഷത്തിലും അത് അങ്ങനെ ആ ഭീകരാവസ്ഥ മൂലം അങ്ങനെ ബോധശൂന്യമായി കൊണ്ടിരിക്കുകയാണ്. അത്രയും കഷ്ടപ്പാടാണ് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ അവസ്ഥ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കടു തീഷ്ണോഷ്ണ ലവണ രൂക്ഷ അമ്ല ആദിഭിഹി ഉൽബണൈഹി. അമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കടു തീഷ്ണ, അത്ര എരിവ്, പുളി, ഉപ്പ്, ഇതെല്ലാം ഉള്ള ഭക്ഷണങ്ങളാണ് അമ്മ കഴിക്കുന്നത്. ഇതെല്ലാം തന്നെ കുട്ടിയുടെ കണ്ണിക്കൂടെയും മൂക്കിക്കൂടെയും ചെവിക്കൂടെയും എല്ലാം അകത്ത് പോയിട്ട് മാതൃഭുക്ത ഉപസ്പൃഷ്ട, ആ അമ്മ ഭുജിക്കുന്ന ആ ഓരോ ഭക്ഷണ സാധനങ്ങളും ആ കുട്ടിക്ക് അത്രയും പ്രയാസം നൽകുന്നതാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ 9 മാസം കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കും. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ജന്മവും കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. പിന്നെ മരണം, ജനനത്തെ പോലെ തന്നെ മരണസമയത്തും ഉണ്ട് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ. ഇതും വൈദിക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. കുലശേഖര ആൾവാരുടെ മുകുന്ദമാല സ്തോത്രം എടുത്തു കൃഷ്ണ പദപങ്കജപഞ്ചരാദം അദ്വൈവമേ വിശദു മാനസരാജഹംസ പ്രയാണ സമയ കപവാദപിത്ത കണ്ടാവരോധന സ്മരണം കുതസ്തേ എന്ന് പറയുന്നുണ്ട്. ആ പ്രയാണ സമയം, ആ ശരീരത്തിൽ നിന്ന് ആ ജീവൻ വിട്ടുപോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? കപവാദപിത്തർ, കപം, വാദം, പിത്തം, ഇതെല്ലാം കൂടെ നമ്മളെ ആക്രമിച്ചിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ പോലും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് കണ്ടത്തിൽ എങ്ങനെ അവരോധിച്ച് കിടക്കുകയാണ് കപം വന്നിട്ട്. സ്മരണം കുതസ്തേ, ഈ ഒരു അവസ്ഥയിൽ ഞാൻ അങ്ങയെ എങ്ങനെ സ്മരിക്കും എന്നാണ് കുലശേഖര ആളുകാർ ചോദിക്കുന്നത്. അത്രയും പ്രയാസമാണ് ഈ ജനനവും അതുപോലെ തന്നെ മരണവും. അപ്പോ നമ്മള് ഭഗവത്ഗീതയിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ പഠിച്ചു ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യച നമ്മൾ പഠിച്ചിരുന്നു. ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കണം, മരിച്ചാൽ വീണ്ടും ജനനം എടുക്കണം. എന്തുകൊണ്ടാണ് ജനനം എടുക്കേണ്ടി വരുന്നത്? നമ്മള് ഭഗവാനെ സ്മരിക്കാതെ നമ്മുടെ ശരീരം ത്യജിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഈ ഒരു പുതിയ ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടി വരുന്നത്. ആ പുതിയ ഭൗതിക ശരീരം സ്വീകരിക്കുന്നതിന് മുമ്പും അവസ്ഥ അത് തന്നെ. പുതിയ ഭൗതിക ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാലും അത് തന്നെ. എന്താണ് പുതിയ ഭൗതിക ശരീരം സ്വീകരിച്ച് എന്താ പറ്റുന്നത്? ജരാവ്യാധി,
അസുഖങ്ങള്, അതുപോലെ തന്നെ വാർദ്ധക്യം, ഇതെല്ലാം തന്നെ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ യഥാർത്ഥത്തിലുള്ള ആ അറിവില്ലാത്തത് കൊണ്ടാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ 10-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു പോലെ മൃത്യു സർവഹരശ്ചാഹം. ആ മൃത്യുവിന്റെ രൂപത്തില് ഞാൻ തന്നെ വന്നിട്ടാണ് എല്ലാത്തിനെയും ഹരിക്കുന്നത് എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇത് പലപ്പോഴും ജനങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല. ഇത് ഇപ്പോഴല്ല, ഇത് പണ്ടേ തുടങ്ങിയ കാര്യങ്ങളാണ്. യുധിഷ്ഠിര മഹാരാജാവിനോട് യമധർമ്മൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിര മഹാരാജ പറയുന്നത് എന്താണ്? അഹനി ഭൂതാനി ഗച്ഛന്തി യമാലയം ശേഷാം സ്ഥാവരം ഗച്ഛന്തി കിം ആശ്ചര്യം മതപരം. ഒരുപാട് ജീവജാലങ്ങൾ ഓരോ നിമിഷത്തിലും ഇങ്ങനെ യമലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ശേഷിക്കുന്ന ഒരു സ്ഥാവരം ഗച്ഛന്തി, അവർ ഇവിടെ തന്നെ സ്ഥിരവാസത്തിന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അത് സാധ്യമല്ല. അതാണ് മനസ്സിലാക്കാത്തവര്. നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടാം, എങ്ങനെയും വലിയ മണിമാളികയൊക്കെ പണിതിട്ട് ഡോക്ടർക്ക് പൈസയും കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ ഈ ആയുസ്സിന് നീട്ടി കൊണ്ടുപോകാം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും. പക്ഷേ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർക്ക് ഇപ്പോൾ ഒരു ഓക്സിജൻ സിലിണ്ടർ മൂക്കിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്തു കഴിഞ്ഞാൽ ശ്വാസം നിന്ന് പോകും. പക്ഷെ നമുക്ക് ജീവിതകാലം മുഴുവൻ ഓക്സിജൻ സിലിണ്ടറും തോളത്ത് കൊണ്ട് നടക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ നമുക്ക് എപ്പോഴും ഭഗവാന്റെ സ്മരണ ഉണ്ടാകണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ഹരിം വിന മൃതിംന തരന്തി. നമുക്ക് ഭഗവാൻ ശ്രീഹരിയുടെ സഹായമില്ലാതെ നമുക്ക് ഈ മൃത്യുവിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കില്ല. രോഗം, വാർദ്ധക്യം, ഇതെല്ലാവർക്കും തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അനുഭവങ്ങളുള്ള കാര്യങ്ങളാണ്, അല്ലെ? ഓരോ നിമിഷവും നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പുതിയ അസുഖങ്ങൾ ഡോക്ടർമാർ കണ്ടുപിടിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് അത്ര അങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ അസുഖങ്ങളും ഒരു മരുന്നേ കൊണ്ട് ഹോസ്പിറ്റലിനൊക്കെ കിട്ടുമായിരുന്നല്ലോ. പക്ഷെ ഇന്നതല്ല, ഓരോ അസുഖങ്ങൾക്കും പ്രത്യേകം മരുന്നുകള്, ഇതെല്ലാം തന്നെ തീ പിടിച്ച വില. അപ്പോ ഇതെല്ലാം കൂടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ ജനനം, മരണം, അതുപോലെ തന്നെ വാർദ്ധക്യം, ഇതെല്ലാം തന്നെ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ആരും തന്നെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ആരും തന്നെ രോഗികളാകാനോ അല്ലെങ്കിൽ കിഴവന്മാരാകാനോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ അവസ്ഥാന്തരങ്ങളിൽ നിന്ന് ആർക്കും തന്നെ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോ നമ്മളിതൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മളുടെ പരിധിക്ക് അപ്പുറത്തുമാണ്. പലരും ഈ ഗർഭനിയന്ത്രണം അല്ലെങ്കിൽ ഗർഭചിത്രം വഴി ഒരു നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. കാരണം ഇപ്പോ ഒരു ശിശുവിന് അതിൻ്റെ ആ കർമ്മങ്ങൾക്കനുസരിച്ച് പുതിയ ശരീരം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഗർഭചിത്രം നടത്തിക്കഴിഞ്ഞാലും അതുകൊണ്ട് പ്രയോജനമില്ല. ആ ശിശുവിന് വീണ്ടും വേറൊരു ശരീരത്തില് കയറിക്കോറണം. അപ്പോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് സംസ്കാരങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഗർഭധാന സംസ്കാരം, അങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു നല്ല ഒരു പുത്രനോ അല്ലെങ്കിൽ പുത്രി ഉണ്ടാകാനായിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അത്ര മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നമ്മളുടെ ഈ ഭൗതിക ശരീരം എന്ന് പറയുന്നത് ഓരോ നിമിഷത്തിലും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കുലശേഖരാളവർ പറയുന്നുണ്ട് വേറൊരു ശ്ലോകത്തിൽ, ഇതം ശരീരം പരിണാമപേശലം പദത്യാവശ്യം ശതസന്ധി ജർജരം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന പരിണാമത്തിന് വിധേയമാണ്. ശതസന്ധി ജർജരം, നമ്മളുടെ ഈ ഓരോ സന്ധികളും അങ്ങനെ 100 കണക്കിന് ആയിട്ട് ഒടിഞ്ഞു നുറുങ്ങിയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് അങ്ങനെ വിറച്ച് കിടക്കേണ്ടി വരും. അപ്പോ അതിനുള്ള ഔഷധം എന്താ പറയുന്നത്? കിം ഔഷധം? നിരാമയം കൃഷ്ണരസായനം പിബ എന്ന് പറയുന്നുണ്ട്. ആ കൃഷ്ണരസായനം അല്ലെങ്കിൽ കൃഷ്ണന്റെ ഉപദേശങ്ങള്, കൃഷ്ണന്റെ കീർത്തനങ്ങള്, കൃഷ്ണന്റെ നാമം, ഇതല്ലാതെ വേറെ യാതൊരു ഔഷധവും ഇല്ല ഈ ഒരവസ്ഥയ്ക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഇതിൽ പറയുന്ന ഈ ജന്മം, ജരാവ്യാധി, ഇതെല്ലാം തന്നെ നമുക്ക് എല്ലാ കാലവും ദുഃഖം മാത്രം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഉദ്യമിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ആസക്തി അല്ലെങ്കിൽ പിന്നെ ഈ
ഒരു പ്രതികൂലമായിട്ടുള്ള ഭഗവാനോട്, അതായത് ഭക്തി മാർഗത്തില് പുരോഗമിക്കുന്നതിന് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളോട്, അതിൽ നിന്ന് നമ്മൾ വൈരാഗ്യം, അസക്തി എന്ന് പറഞ്ഞെങ്കിൽ വൈരാഗ്യം, അതിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കാനായിട്ട് ശ്രമിക്കുക. അനുകൂലസ്യ സംഗത്യ പ്രതികൂലസ്യ വർജനം. ഭക്തിയുത സേവനത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, പ്രതികൂലമായിട്ടുള്ളതെല്ലാം തന്നെ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ചും പരിശ്രമിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ല. കാരണം നമ്മൾ ഭക്തി വളർത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാത്തിൽ നിന്നും നമുക്ക് വിരക്തി ആർജിക്കാനായിട്ട് സാധിക്കും. ഭക്തി പരേശാനുഭവ വിരക്തി അന്യത്ര ത്രിക ഏകകാലഹ പ്രപദ്യമാനസ്യ ദാസ്നദശ്രൂർ തുഷ്ടി പുഷ്ടി ശ്രുത് അപായോനുകാസം എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ഇപ്പോ ഒരു പെറ്റ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന് പുഷ്ടി കിട്ടും, നമ്മളുടെ വിശപ്പ് മാറും, അതുപോലെ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഭക്തിമാർഗത്തിന് നമ്മൾ പുരോഗമിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മറ്റുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് വിരക്തി ആർജിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. വിരക്തി പറ്റിയിട്ട് എല്ലാവരും, എല്ലാ വൈദിക ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ആചാര്യന്മാരും എടുത്തെടുത്ത് രൂപഗോസ്വാമി പറയുന്നുണ്ട്, ശാന്തി വ്യക്തകാലത്തും വിരക്തി മാന്യശൂന്യത എന്ന് പറയുന്നുണ്ട്. വിരക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈരാഗ്യം ആർജിക്കുക. അപ്പോ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഭൗതിക കാര്യങ്ങളിൽ നിന്നുള്ള വിരക്തി ആർജിക്കുക എന്ന് പറയുന്നത്. ചൈതന്യ ചരിതാമത്തിൽ അന്ത്യലീലയിൽ പറയുന്നുണ്ട്, മഹാപ്രഭുര ഭക്തഗണേര വൈരാഗ്യ പ്രധാന യാഹാദേക്കി പ്രീതഹയ ഗൗര ഭഗവാൻ. ചൈതന്യ മഹാപ്രഭുവിനെ കാണുമ്പോൾ മഹാപ്രഭുര ഭക്തഗണേര ഭക്തന്മാർക്ക് വൈരാഗ്യ പ്രധാനം, അവർക്ക് മറ്റുള്ള വിഷയങ്ങളോടെല്ലാം തന്നെ അവർക്ക് വിരക്തിയാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഭക്തിരസാമ സിന്ധുവില് രൂപഗോസ്വാമിയും പറയുന്നത് അത് തന്നെയാണ്. അനാസക്തി വിഷയാൻ, അനാസക്തി, അതായത് ആസക്തി പാടില്ല, എന്തിനോട് ആസക്തി പാടില്ല, വിഷയാൻ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് നമുക്ക് ആസക്തി പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ആസക്തി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീലപ്രഭുവാർ പലപ്പോഴും പണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് കൈനീട്ടി സ്വീകരിക്കാറുണ്ട്. അപ്പൊ അത് ആസക്തി അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആസക്തി അല്ല, അത് ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ടാണ് ശ്രീലപ്രഭുവാര് ഉപയോഗിച്ചിരുന്നത്. അതും രൂപഗോസ്വാമി തന്നെ പറയുന്നുണ്ട്, പ്രാപഞ്ചികതയാ ബുദ്ധ്യ ഹരിസംബന്ധി വസ്തുന മുമുക്ഷുഭി പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കർത്തിത. ഇനി ഫൽഗു വൈരാഗ്യം, നമ്മളിപ്പോ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഫൽഗു വൈരാഗ്യം, അതായത് കപട വൈരാഗ്യം എന്നാണ് അതിനെ പറയുന്നത്. അതേസമയം നമ്മൾ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അതിനെ സ്വീകരിച്ചിട്ട് ഭഗവാന്റെ സേവനത്തിനുണ്ട് ഉപയോഗിക്കുമ്പോൾ അത് യുക്ത വൈരാഗ്യമായി. അപ്പോ നമ്മളുടെ വൈരാഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ യുക്ത വൈരാഗ്യം, അതാണ് നമ്മൾ ആർജിക്കേണ്ട ഗുണം. പിന്നെ പറയുന്നത് എന്താണ്, പുത്രദ്വാര ഗൃഹാദിഷു അനഭിഷംഗ, അതായത് മക്കള്, ഭാര്യ, വീട്, ഇവയോട് സംഘമില്ലാതിരിക്കുക. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വെറുക്കണം എന്നാണ് അർത്ഥം. ശ്രീപ്രഭുവാർ പ്രത്യേകം ചോദിക്കുന്നത്, അവരെ വെറുക്കണം എന്നാണോ അതിനർത്ഥം? അല്ല. ഇവരോട് സംഘം ചേരരുതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, അങ്ങനെ ചിന്തിക്കുകയല്ല. കാരണം അവരെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും നമ്മളുടെ സ്നേഹം അർഹിക്കുന്നവരാണ്. അപ്പൊ അവര് നമ്മളെ സ്നേഹിക്കണം. നമ്മൾ അവരെ എങ്ങനെ സ്നേഹിക്കണം? നമ്മൾ അവർക്ക് ആധ്യാത്മികമായിട്ടുള്ള അറിവ് പകർന്നു കൊടുത്തിട്ട് നമ്മൾ അവരെ യഥാർത്ഥത്തിലുള്ള വഴിക്ക് കൊണ്ടുവരണം. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ, വില കൂടിയ ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നുകൊണ്ടോ അല്ലെങ്കിൽ നല്ല പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ടോ ഒന്നും സ്നേഹമാകുന്നില്ല. ഇതെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അവർക്ക് ആധ്യാത്മികമായിട്ടുള്ള ആ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ അവരെ യഥാർത്ഥത്തില് അവരുടെ ആത്മാവിനോടുള്ളതാണ് നമ്മൾ ആ സ്നേഹം കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരു കുടുംബത്തിനെ സന്തുഷ്ടമാക്കാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് അവരെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൃഹസ്ഥാശ്രമ ജീവിതം സ്വീകരിക്കരുത്.
5-ാം സ്കന്ധത്തിന്റെ 5-ാം അധ്യായത്തില് 18-ാമത്തെ ശ്ലോകത്തില് ഋഷഭദേവൻ പറയുന്നുണ്ട്, ഒരു നസസ്യാത് സ്വജനോ നസസ്യാത് പിതാ നസസ്യാത് ജനനീ നസസ്യാത് ദൈവം നസസ്യാൻ ന പ്രതിഷ്ഠ സസ്യാൻ ന മോചയേദ്യഃ സമുപേതമൃത്യം എന്ന് പറയുന്നുണ്ട്. ഒരാൾക്ക് ഗുരു ആകാനോ അല്ലെങ്കിൽ ബന്ധുവാകാനോ അല്ലെങ്കിൽ പിതാവാകാനോ അല്ലെങ്കിൽ ഒരു മാതാവാകാനോ അല്ലെങ്കിൽ ഭർത്താവാകാനോ അവർക്ക് യാതൊരു യോഗ്യതയുമില്ല. എപ്പോ ഒരു നമോചേദ്യ സമുപേത മൃത്യം, നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരെ നമ്മളെ മൃത്യുവിന്റെ ആ പാതയിൽ നമ്മൾ മോചിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷനും നമ്മൾ യോഗ്യരല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഒരാളിൽ കൃഷ്ണാബോധം പൂർണ്ണമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഗൃഹത്തിനെ തികച്ചും സന്തോഷഭരിതമാക്കാം. അപ്പൊ എന്താണ് ഈ കൃഷ്ണാവബോധം? അത് ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ മഹാമന്ത്രം നിരന്തരം ജപിക്കുക, അതുപോലെ തന്നെ ശ്രീമദ് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം തുടങ്ങിയ വൈദിക ഗ്രന്ഥങ്ങൾ വായിച്ചതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുക. ഇപ്പോ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ ഗീതാ ജയന്തി. ഇപ്പൊ നമ്മുടെ വർഷത്തിൽ ഒരു ദിവസം മാത്രം ഗീത വായിക്കുന്ന, ഗീത മുഴുവനായിട്ട് വായിക്കുന്ന ഒരു ദിവസം, അതാണ് ഗീതാ ജയന്തി. വാസ്തവത്തില് അതാണോ വേണ്ടത്? അതല്ല വേണ്ടത്. വാസ്തവത്തില് അർജുനന് ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്ത ദിവസമായതുകൊണ്ട് നമ്മളത് ആഘോഷിക്കുന്നു. പക്ഷെ ഈ ഭഗവത്ഗീതത്തെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിത്യം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. വാസ്തവത്തിൽ നമ്മൾ ഈ വർഷത്തിൽ ഒരു ദിവസം ഭഗവത്ഗീത വായിക്കുന്നതിന് പകരം നമ്മള് എല്ലാ ദിവസവും ഓരോ അധ്യായം, മ്യൂട്ട് ചെയ്യാത്തവരൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കൂ. നമ്മൾ ദിവസവും ഓരോ അധ്യായം നമ്മൾ ശ്ലോകങ്ങൾ മാത്രം വായിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് 10-15 മിനിറ്റ് വേണ്ടി വരുള്ളൂ. അപ്പൊ നമുക്ക് 18 ദിവസം കൊണ്ട് നമുക്ക് 18 അധ്യായം നമ്മൾ വായിച്ചു തീർക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം വായിക്കുന്നത് നമുക്ക് വർഷത്തിലൊരു 20 പ്രാവശ്യം ഭഗവത്ഗീത മുഴുവനായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോ അങ്ങനെ നമ്മൾ 2 വർഷം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവത്ഗീത ശ്ലോകങ്ങളെല്ലാം ഹൃദിസ്ഥമാകും. ശ്ലോകം അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ശോകത്തിൽ നിന്ന് മുക്തി കിട്ടും എന്നുള്ളതാണ് ആചാര്യന്മാര് പറയുന്നത്. ശ്ലോകം എന്തുകൊണ്ട് ശ്ലോകം പറഞ്ഞാൽ നമുക്ക് ശോകത്തിൽ നിന്ന് മുക്തി കിട്ടും? കാരണം ഓരോ ശ്ലോകങ്ങളും അത്രയും അർത്ഥവത്താണ്. അതെല്ലാം തന്നെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലേക്കുള്ള ഉപദേശങ്ങളാണ്. അപ്പൊ ആ ശ്ലോകങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ എല്ലാ ശോകങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാനായിട്ട് സാധിക്കും. അപ്പോ ഭഗവത്ഗീത ശ്ലോകങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് ചർച്ച ചെയ്യുക. പിന്നെ വിഗ്രഹാരാധന ചെയ്യുക. അപ്പോ കൃഷ്ണൻ നിവേദിച്ച ഭക്ഷണം അല്ലെങ്കിൽ പ്രസാദം മാത്രം കഴിക്കുക. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം പ്രാവർത്തികമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ കൃഷ്ണാബോധം വളർന്നു വരും. അപ്പൊ അങ്ങനെ ആ കൃഷ്ണാബോധം വളർന്നു വരുമ്പോൾ നമുക്ക് ഈ നമ്മളുടെ വീട്ടുകാരോട് യഥാർത്ഥത്തിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. യഥാർത്ഥത്തിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, ആസക്തി എന്ന് പറയുന്നത് അവരെല്ലാവരും നിങ്ങൾ ഭക്തരാക്കി തീർക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരോട് വിരക്തി കാണിച്ച് നമ്മൾ വീട് വിട്ട് ഇറങ്ങിപ്പോവുക എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. അപ്പൊ അതാണ് ശ്രീ പ്രഭുപാദരുടെ പറയുന്നത്. അപ്പൊ കൃഷ്ണാബോധം വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് പറയുന്നുണ്ട്. മറിച്ച് ആധ്യാത്മിക പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ അതിന് ഉതകുന്നതോ അല്ല ഈ ഗൃഹസ്ഥ ജീവിതം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിക്കണം എന്നാണ് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അർജുനന് സ്വന്തം കുടുംബാംഗങ്ങളെ കൊല്ലാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഭഗവാന്റെ ഗീതാപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനന് മനസ്സിലായി ഇവരെല്ലാം തന്നെ തന്റെ കൃഷ്ണ സാക്ഷാത്കാരത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരെ നിഗ്രഹിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള മനസ്സിലായിട്ട് അങ്ങനെ
അർജുനൻ ആ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ബോധവാന്മാരാകാതെ നമുക്ക് ആർക്കും തന്നെ പൂർണ്ണമായിട്ടും ഈ ഭൗതിക ലോകത്തിൽ സന്തുഷ്ടരാകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ശ്രീല പ്രഭുപാദര് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഇഷ്ട അനിഷ്ട ഉപപത്തിഷു സമചിത്തത്വം. അതായത് ഇഷ്ടം അനിഷ്ടം എന്നിവയുടെ ആഗമനത്തിൽ സമചിത്തത. സന്തോഷം സന്താപം എന്നൊക്കെ പറയുന്നത് ഭൗതിക ജീവിതത്തില് അത് ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ്. നമ്മുടെ 2-ാം അധ്യായത്തില് പഠിച്ചിരുന്നത് സുഖദുഃഖ സമയകൃത്വ ലാഭാലാഭവും ജയാജയവും എന്ന് പഠിച്ചിരുന്നത്. അതായത് സുഖത്തിലും ദുഃഖത്തിലും സമകൃത്ത ഒരേപോലെ നമ്മൾ വർത്തിക്കുക. അതുപോലെ തന്നെ ലാഭം, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതില് ചിലപ്പോൾ ലാഭം ഉണ്ടാവും, ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ യുദ്ധം ചെയ്യുമ്പോൾ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും, ജയ അജയവും. അപ്പോ ഇതെല്ലാം തന്നെ നമ്മൾ സഹിക്കാനായിട്ട് നമ്മൾ പരിശീലിക്കണം. അപ്പൊ ഈ സുഖദുഃഖങ്ങളുടെ പോക്കും വരവും എന്ന് പറയുന്നത് എന്തുപോലെയാണെന്നാണ് പറയുന്നത് ഭഗവത്ഗീതയില്. മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത എന്ന് പറയുന്നുണ്ട്. ഈ മഴക്കാലം വരും, അത് കഴിഞ്ഞാൽ തണുപ്പ് കാലം വരും. ഇപ്പൊ തണുപ്പ് കാലമാണ്, ഇപ്പൊ 10 ഡിഗ്രി 11 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. അതേസമയം ഇപ്പൊ വേനൽക്കാലമായി കഴിഞ്ഞാൽ അത് 40 ഡിഗ്രി 42 ഡിഗ്രി ആവും രാവിലെ 6 മണിക്ക് തന്നെ. അപ്പോ ഇതെല്ലാം തന്നെ ഈ അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ കാലാവസ്ഥ മാറി വരുന്ന പോലെ തന്നെയാണ് ഈ സുഖം ദുഃഖം എന്നൊക്കെ പറയുന്നത്. അപ്പോ അതിലെല്ലാം തന്നെ നമ്മൾ സമചിത്തത്വം, നമ്മള് സമചിത്തത പാലിക്കാനായിട്ട് നമ്മൾ പരിശീലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് നമ്മള് ശ്രീപ്രഭുപാദര് ഭാവാർത്ഥത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏകാഗ്രമായിട്ടുള്ള കൃഷ്ണസേവനം, നവവിധ ഭക്തി പ്രക്രിയയിൽ ഏർപ്പെടുന്നതാണ് ഈ ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, സഖ്യം, ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇത് പുംസാർപ്പിത പുംസാർപ്പിത വിഷ്ണു ഭക്തിശ്ച നവലക്ഷണ എന്ന് പറയുന്നുണ്ട്. ഭക്തിമാർഗത്തില് നവലക്ഷണ, ആ 9 ലക്ഷണങ്ങൾ അതൊക്കെയാണ്. അപ്പൊ അതില് നമ്മൾ 9-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. മന്മനാഭവ മധ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തവും ആത്മാനം മത്പരായണ എന്ന് പഠിച്ചിരുന്നു. അപ്പോ ഈ കാര്യങ്ങള്, എന്റെ ഭക്തന്മാർ എന്നെ നമസ്കരിക്കുക, എനിക്ക് സേവനം അനുഷ്ഠിക്കുക, അങ്ങനെ എന്നിൽ തന്നെ നിരന്തരമായിട്ട് സ്മരണം നിലനിർത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അപ്പൊ ഈ കൃഷ്ണാവബോധം വളർത്തിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ കഷ്ടങ്ങളിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് മോചിതരാകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത് അടുത്തത്? അനന്യയോഗേന. അത് അനന്യയോഗേന എന്ന് പറഞ്ഞാൽ അത് നിത്യമായിട്ട്, നിത്യം സ്ഥിരവും നിഷ്കളങ്കവുമായിട്ടുള്ള ഭക്തിയുത സേവനം. ഇപ്പൊ ഒരാളുമായിട്ട് നമുക്ക് ഒരു ബന്ധം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആ വ്യക്തി ആരാണെന്ന് അറിയണം. അതുപോലെ തന്നെയാണ് ഭക്തിയുടെ കാര്യത്തിലും. ആ പരമാത്മാവിനും ജീവാത്മാവിനും തമ്മിലുള്ള ആ പരസ്പര ബന്ധത്തെ കുറിച്ചിട്ട് നാം മനസ്സിലാക്കണം. ജീവാത്മാവും പരമാത്മാവും ഒന്നല്ല, രണ്ടും വ്യത്യസ്ത ആത്മാക്കളാണ്. നമ്മളെല്ലാം തന്നെ അണു ആത്മാക്കളാണ്. അതേസമയം ഭഗവാൻ പരമാത്മാവ് വിഭു ആത്മാവാണ് എന്നുള്ള ഈ വസ്തുത നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകണം. പ്രത്യേകിച്ചും ആ ജീവാത്മാവ് ആ പരമാത്മാവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സേവനം, അതിനെയാണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. അത് നിത്യം എന്നുള്ള പറയുന്നത്. നമ്മൾ ഇത് ഭഗവത്ഗീതയിലെ പല ശ്ലോകങ്ങളിലും ഇത് പഠിച്ചിട്ടുണ്ട്. അല്ലെ? അനന്യാസ് ചിന്തയന്തോ മാം ഏജന പരിഭാസതേ. അനന്യാസ് ചിന്തയന്തോ മാം. വേറെ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അനന്യയോഗേന നിത്യം. ഈ അനന്യ എന്നുള്ള ആ വാക്ക് ഒരുപാട് സ്ഥലത്ത് ഭഗവാൻ പ്രയോഗിച്ചിട്ടുണ്ട്. അനന്യ, വേറെ യാതൊരു ചിന്തകളും ഇല്ലാതെ. അനന്യ ചിന്തയന്തോ മാം, വേറെ യാതൊരു ചിന്തകളും ഇല്ലാതെ നമ്മള് ഭഗവാനെ പരിഭാസത, നമ്മൾ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. വേറൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് അനന്യചേതാഹ സതതം യോമാം സ്മരതി നിത്യശഃ എന്ന് പറയുന്നുണ്ട്. അനന്യചേതാഹ സതതം, മനസ്സിലേക്ക് വേറെ യാതൊരു ചിന്തകളും കടന്നു വരാതെ നമ്മള്
സതതം എല്ലായ്പ്പോഴും യോമാം സ്മൃതി, ആരാണോ എന്നെ സ്മരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഭക്തിയുത സേവനം എന്ന് പറയുന്നത് അത് വളരെ പ്രാക്ടിക്കലാണ്, പ്രായോഗികമാണ്. അപ്പൊ ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ പറയുന്നത് എന്താണ്? അവ്യഭിചാരിണി ഭക്തി, കലർപ്പില്ലാത്ത ഭക്തിയുത സേവനം. വ്യഭിചാരിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേശ്യ. നമ്മൾ അടുത്ത അധ്യായത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. മാം ചെയ്യോ അവ്യഭിചാരിയാണ് ഭക്തിയോഗേന സേവതേ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഭഗവാനിൽ മാത്രം ഉറച്ച ഭക്തി, അതിനാണ് അവ്യഭിചാരിണി ഭക്തി എന്ന്. അതേസമയം പലരും അങ്ങനെ കൃഷ്ണാവബോധത്തിൽ വന്നവർ പോലും എന്തെങ്കിലും ഒരു വലിയ കഷ്ടപ്പാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ ചിന്തിക്കും, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒന്ന് വിഘ്നങ്ങൾ മാറ്റാനായിട്ട് നമുക്കൊരു ഗണപതി സേവ നടത്തിയാൽ എന്താണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അപ്പോ അവർക്ക് ആ ഉറച്ച കൃഷ്ണഭക്തി അവർക്ക് വളർന്നിട്ടില്ല എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അവ്യഭിചാരിണി ഭക്തി, അതായത് കലർപ്പില്ലാത്ത ഭക്തിയുത സേവനം, അത് നമ്മൾ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ നമ്മള് ഇപ്പോ പ്രകൃതിയിലെ 3 ഗുണങ്ങൾ എന്താ പറയുക, സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഇതെല്ലാം തന്നെ നമ്മളെ ഈ ഓരോരോ ഈ അവ്യഭിചാരിണി ഭക്തി, അതായത് ഈ കലർപ്പില്ലാത്ത ഭക്തിയുദ്ധ സേവനത്തിന് നമ്മളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഗുണങ്ങളാണ്. അപ്പോ നമ്മള് അതിൽ നിന്നെല്ലാം ഈ 3 ഗുണങ്ങളിൽ നിന്നും പുറത്തു കടന്നിട്ട് നമ്മള് ഈ ശുദ്ധസത്വം ആ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ട് നമ്മൾ സദാ കൃഷ്ണന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. കൃഷ്ണൻ മാത്രമല്ല, ശ്രീലപ്രഭുവാർ ഭാവാർത്ഥത്തിൽ പറയുന്നത് കൃഷ്ണൻ മാത്രമല്ല, കൃഷ്ണന്റെ ആ വിവിധ വിസ്തരണ മൂർത്തികളായിട്ടുള്ള രാമൻ, നരസിംഹം, നാരായണൻ, നമുക്ക് ഇവർക്കെല്ലാം വേണ്ടി നമുക്ക് സേവനം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തില് ഏർപ്പെടണം എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതിനാണ് ഇവിടെ അവ്യഭിചാരിണി ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയോഗത്തില് ഭഗവാനും വേണം, ഒരു വ്യക്തിയും ഉണ്ടാവണം, അവർ തമ്മിൽ പരസ്പര പ്രേമവും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവ്യഭിചാരിണി ഭക്തി അല്ലെങ്കിൽ കലർപ്പില്ലാത്ത ഭക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ശ്ലോകത്തിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, മാം ചെയ്യോ അവ്യഭിചാരേണ ഭക്തി യോഗേന സേവതേ സഗുണാൻ സമതീതീയാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മാവസ്ഥയിൽ, യഥാർത്ഥത്തിലുള്ള ബ്രഹ്മാവസ്ഥയിൽ, ആനന്ദാവസ്ഥയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആരാണോ എന്നിൽ അവ്യഭിചാരേണ ഭക്തി യോഗേന സേവതേ, കലർപ്പില്ലാത്ത ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഈ ഓരോ വാക്കുകളും, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും പല പല സ്ഥലത്തും ഭഗവാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്രയും പ്രാധാന്യം വഹിക്കുന്നതാണ് ഭഗവാൻ ഇവിടെ വീണ്ടും അർജുനനോട് ഇതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? വിവിക്ത ദേശ സേവിത്വം. വിവിക്ത ദേശ സേവിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനായിട്ടുള്ള ആഗ്രഹം. പണ്ട് കാലത്തൊക്കെ ഈ രാജാക്കന്മാര് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ വനത്തില് പോകാറുണ്ട്. അവർക്ക് കാരണം അവരുടെ സിംഹാസനത്തിനൊക്കെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരക്തിയായി. കാരണം ഇനി നമ്മളിവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആധ്യാത്മിക പുരോഗതിക്ക് ഒരു തടസ്സമാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാം തന്നെ കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് വനത്തിലേക്ക് പോകാറുണ്ട്. രാജാക്കന്മാരും മാത്രമല്ല, പൊതുവെ എല്ലാവരും ചെയ്തിരുന്ന കാര്യങ്ങളാണ് അത് പണ്ട് കാലത്ത്. പക്ഷെ ഇന്ന് അതൊന്നും കാണാനായിട്ട് സാധിക്കില്ല. പണ്ട് കാലത്ത് ഋഷിമാരൊക്കെ ഒരു വനത്തിനകത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. അവരുടെ എല്ലാം പർണശാലകൾ വനത്തിനകത്തായിരുന്നു. ഇപ്പൊ ഹിമാലയത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇന്നത്തെ കാലത്തുമുണ്ട് ഒരുപാട് ഋഷിമാര് അവിടെ തന്നെ വസിക്കുന്ന, മരത്തിന്റെ പൊത്തിൽ വസിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് വസിക്കുന്നവരുണ്ട്. അവരെല്ലാം തന്നെ ഈ അവിടുത്തെ ആ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങിച്ചേർന്നവരാണ്. അവർക്ക് തന്നെ കാരണം അവരെല്ലാം തന്നെ അവരുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഏകാന്തമായിട്ടുള്ള ആ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ഈശ്വര ഭജനം, അതാണ് അവരെല്ലാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വിവിക്തദേശ സേവിത്വം. പക്ഷെ ശ്രീലപ്രഭുവാർ വീണ്ടും എടുത്തു പറയുന്നുണ്ട്, ഗൃഹാന്തരീക്ഷം ഭക്തിയുത സേവനത്തിന്
അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ വനത്തിലേക്ക് പോകേണ്ട കാര്യം ഇല്ല. കാരണം ഇന്നത്തെ കാലത്ത് കലിയുഗത്തില് നാമസങ്കീർത്തനം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കീർത്തനം ചെയ്യുന്നതല്ല. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ സംഘത്തില് കീർത്തനം ചെയ്യുന്നതിന് സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ കലിയുഗത്തിലേക്ക് പറഞ്ഞിട്ടുള്ളത് നാമസങ്കീർത്തനം ആണ്. അപ്പോൾ നമുക്ക് വനത്തിലേക്ക് അല്ലെങ്കിൽ വീട് വിട്ടു പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. മറിച്ച് പ്രതികൂലമാണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗൃഹം ഉപേക്ഷിച്ചിട്ട് പോകണം. പിന്നെ പറയുന്നത് എന്താണ്? ജനസംസതി, അതായത് ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുക. ഇപ്പോ നമുക്ക് തന്നെ അറിയാം, ഇപ്പോ നമ്മളുടെ പഴയ ഈ കൃഷ്ണാബോധത്തിൽ വരുന്നതിന് മുമ്പുള്ള അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പണ്ടൊക്കെ നമ്മള് ഇപ്പോ പുതിയ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാം, റിലീസായ ദിവസം തന്നെ പോയി കാണും. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്തിട്ട് പോയി കാണും. എനിക്ക് നമ്മൾ ചെയ്തിരുന്നവരാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇപ്പൊ വേലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടിന്റെ മുമ്പിൽ പോയി ചെന്ന് നിൽക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു പണ്ട് കാലത്തൊക്കെ. ഞാൻ എന്റെ കാര്യം പറയുന്ന കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിരുന്നു. അപ്പോ ആധ്യാത്മിക ജീവിതത്തോട് നമ്മൾ ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ആസക്തി ഇല്ലാതായിട്ട് തീരും. ഇപ്പോ പണ്ട് കാലത്ത് എനിക്കുണ്ടായിരുന്ന സുഹൃത്തുക്കള് ഇപ്പോ പലരും കൃഷ്ണാബോധത്തിന് ഞാൻ വന്നതിന് ശേഷം അവരുമായിട്ടുള്ള ആ സമ്പർക്കം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. വർഷത്തിൽ ഒരിക്കലോ 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് വിളിച്ച് ഒരു 5 മിനിറ്റ് സംസാരിച്ചാലായി, വെറുതെ ആ ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ള നിലയ്ക്ക്. അല്ലാത്ത തന്നെ നമ്മളിപ്പോ വേറെ യാതൊന്നും, കാരണം നമുക്കതിന് സമയമില്ല. കാരണം അവരുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളോട് അത് ഒത്തുപോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെറും വേസ്റ്റ് ഓഫ് ടൈം, വ്യർത്ഥ കാലത്വം. പക്ഷെ നമ്മളോട് ഇവിടെ രൂപഗോസ്വാമി പറയുന്നതാണ് അവ്യർത്ഥ കാലത്വം. കാരണം നമുക്ക് നഷ്ടപ്പെടുത്താനായിട്ട് സമയമില്ല ഭഗവാന്റെ ആ ഉപദേശങ്ങൾ വായിക്കാനും, ഭഗവാന്റെ കീർത്തനങ്ങൾ ചെയ്യാനും, ഭഗവാന്റെ ലീലകള് കേൾക്കാനും. ഇതിനുള്ള സമയം തന്നെ നമുക്ക് തികയുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് എവിടെയാണ് നഷ്ടപ്പെടുത്താനായിട്ട് സമയമുള്ളത്? അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കൂട്ടത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പക്ഷേ ഇപ്പൊ ശ്രീലപ്രഭുവായൂർ ആൾക്കൂട്ടത്തിൽ പോയിരുന്നില്ലേ? ശ്രീലപ്രഭുവായൂർ പോയിരുന്നത് എല്ലാം ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളിലാണ്. ഈ മറ്റേ ഡിസ്കോ ഡാൻസ് നടക്കുന്ന സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ശ്രീലപ്രഭുവായൂർ പോയിരുന്നത്. പക്ഷെ ശ്രീലപ്രഭുവായൂർ ഒരിക്കലും അവരുടെ ആ സംസ്കാരം പ്രഭുവായൂർ സ്വീകരിച്ചിട്ടില്ല. പ്രഭുവായൂർ നമ്മുടെ ഈ വൈദിക സംസ്കാരം അവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭുവായൂർ അവർ പോയത്. കൊണ്ട് പ്രഭുവാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? പ്രഭുവാർക്കല്ല ഗുണമുണ്ടായത്, അത് അവർക്കാണ് അതിന്റെ ഗുണം കിട്ടിയത്. കാരണം അവരെല്ലാവരും തന്നെ ഭക്തന്മാരായിട്ട് മാറി. അപ്പൊ അതുപോലെ തന്നെ നമ്മളും ഇപ്പൊ ഒരു ജനക്കൂട്ടത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഭുവാതിരെ പോലെ നമുക്ക് ഈ ഭക്തിമാർഗം പ്രചരിക്കാനായിട്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ നമുക്കും പോകാം ആൾക്കൂട്ടത്തില്. പക്ഷെ നമ്മൾ ഒരിക്കലും പോയിട്ട് അവരുടെ സംസ്കാരവും കൊണ്ട് തിരിച്ചു വരരുത്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? അധ്യാത്മജ്ഞാന നിത്യത്വം, അധ്യാത്മജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുക. ഇപ്പൊ അനേകം മതപണ്ഡിതന്മാരുണ്ടാകും. ഇപ്പോ നമ്മള് മതങ്ങളെ എടുത്ത് പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം അവിടെയൊക്കെ ഈ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ എതിർമതത്തിലുള്ളവരെ കുത്തിക്കൊല്ലുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മതപണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. ഇന്ന് തത്വചിന്തകരുണ്ടാവും, അതുപോലെ തന്നെ ഗവേഷകന്മാരുണ്ടാവും. പല ബുക്കുകളും ഈ ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ലൈംഗിക ജീവിതം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ട് നടത്താം, ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ട് അതിന് പുസ്തകങ്ങൾ എഴുതുന്നവരുണ്ടാവും. പക്ഷെ വാസ്തവത്തില് അത്തരത്തിലുള്ള ഗവേഷണങ്ങൾക്കൊന്നും തന്നെ യാതൊരു വിലയും ഇല്ല എന്നാണ് ശ്രീലപ്രഭുവായൂർ പറയുന്നത്. കാരണം അതിലൊന്നും ഒരു കഴമ്പും ഇല്ല. കാരണം ഇതെല്ലാം തന്നെ അവരുടെ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ കാലത്തിനും സമയത്തിനും വ്യക്തിക്കും അനുസരിച്ചിട്ട് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് ഭഗവത്ഗീതയിലൂടെ പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്? തത്വജ്ഞാനാർത്ഥ ദർശനം. തത്വജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള ആ വിവേകത്തോടു കൂടിയിട്ട് ആത്മാവിനെ പറ്റിയിട്ടുള്ള ഗവേഷണം നടത്തണം. നാം ആരാണ്,
വേദങ്ങളിൽ പറയുന്നുണ്ട് തത്വം അസി എന്ന് പറയുന്നുണ്ട്. തത്വം അസി എന്ന് പറഞ്ഞാൽ അത് നീയാകുന്നു, അത് നീയാകുന്നു. അത് എന്ന് പറയുന്നത് എന്താണ്? ആ ആത്മാവ്. ആത്മാവ് നീയാണ്, നീ ആത്മാവാണ്, നീ ശരീരമല്ല എന്നുള്ളതാണ് വേദങ്ങൾ പറയുന്നത്. അപ്പോ അണുവാത്മാവ്, വിഭുവാത്മാവ്, ഭഗവാൻ വിഭുവാത്മാവ്, നമ്മളെല്ലാം അണുവാത്മാവ്, അല്ലെങ്കിൽ ഭഗവാൻ പരമാത്മാവ്. അപ്പൊ ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും ഭിന്നനാണ്. ആത്മാവിനെ കൊല്ലാനായിട്ട് സാധിക്കില്ല. നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ദഹതി പാപക. അതിനെ തീരിട്ട് കൊല്ലാനായിട്ട് സാധിക്കില്ല, വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ മുക്കി കൊല്ലാനായിട്ട് സാധിക്കില്ല, അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട് കൊല്ലാനായിട്ട് സാധിക്കില്ല. അപ്പോ ആത്മാവ് ഇതിൽ നിന്നെല്ലാം വേറിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ആരാണ് ഭഗവാൻ? ഭഗവത്ഗീതയിലെ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ശ്രീ ഭഗവാൻ ഉവാച, അല്ലാതെ ശ്രീകൃഷ്ണ ഉവാച എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്, വേറെ ആരും തന്നെ ഭഗവാനായിട്ടില്ല. പരാശ്രമ്യ തന്നെയാണ് പറയുന്നത്. അതിന്റെ ഡെഫിനേഷനും പറയുന്നത് ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശഃ ശ്രേയഃ ജ്ഞാനം വൈരാഗ്യോശ്ചൈവ ഷണ്ണം ഭഗതിങ്കണ എന്ന് പറയുന്നുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും, എല്ലാ അറിവ്, അതുപോലെ തന്നെ എല്ലാ വൈരാഗ്യം, അതുപോലെ തന്നെ സൗന്ദര്യം, എല്ലാ ശക്തി, ഇതെല്ലാം തന്നെ ഒത്തുവന്നിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണനിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ ഭഗവാൻ എന്ന് എല്ലാ സ്ഥലത്തും പറയുന്നത്. അപ്പോ സാക്ഷാത്കാരം അല്ലെങ്കിൽ ഈ തത്വജ്ഞാനത്തില് അധിഷ്ഠിതമായിട്ടുള്ള ഈ അറിവ് എന്ന് പറയുന്നത് അത് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ, ഇവരെ വേറെ വേറെ തിരിച്ചറിയലാണ്. ശ്രീലാപ്രഭുപാദർ എപ്പോഴും പറയുന്ന ഉദാഹരണമുണ്ട്. ഈ സൂര്യരശ്മി, സൂര്യഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോ സൂര്യരശ്മി എന്ന് പറയുന്നത് അത് ബ്രഹ്മജ്യോതിസാണ്, ബ്രഹ്മജ്യോതിസിന് സമമാണ്. സൂര്യഗോളം എന്ന് പറയുന്നത് പരമാത്മാവിന് സമം. അതുപോലെ തന്നെ സൂര്യഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണ സമനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ആത്മസാക്ഷാത്കാരത്തിലെ ഈ അന്തിമമായിട്ടുള്ള പദമാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത്. അതിനാൽ പരമപുരുഷ ജ്ഞാനത്തിന്റെ ആ ഉന്നത തലത്തിൽ എത്തിയിട്ട് ഭക്തിയുത സേവനത്തില് ഏർപ്പെടണം എന്നുള്ളതാണ് ആ ജ്ഞാനത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. അപ്പൊ ഈ 8ാമത്തെ ശ്ലോകം തുടങ്ങി 12ാമത്തെ ശ്ലോകം വരെയുള്ള ഈ 5 ശ്ലോകങ്ങൾ അത് ഒരു ഏണി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴത്തെ പടിയിൽ നിന്ന് പോയി അതിന് ഏറ്റവും മുകളില് എത്തുന്നത് പോലെ തന്നെ ഈ 20 പടിയുള്ള ഈ ഏണി ആണ് ഈ 8 മുതൽ 12 വരെയുള്ള 5 ശ്ലോകങ്ങളിൽ. അതില് തുടക്കം വിനയത്തിൽ നിന്നാണ്, പിന്നെ ഗർവില്ലായ്മ, പിന്നെ അഹിംസ, ക്ഷമ, ലാളിത്യം, പിന്നെ ആചാര്യോപാസനം, പിന്നെ ശുചിത്വം, പിന്നെ സ്ഥിരത, ആത്മസമർപ്പണം, അനാസക്തി, പിന്നെ അനഹങ്കാരം, വൈരാഗ്യം, സമചിത്തത, പിന്നെ അവ്യവിചാരിണീ ഭക്തി, പിന്നെ ഏകാന്തവാസം, ജനക്കൂട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കല്. അങ്ങനെ പടിപടിയായിട്ട് അധ്യാത്മജ്ഞാന നിത്യത്വം, സ്ഥിരമായിട്ടുള്ള അധ്യാത്മജ്ഞാനം, ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ വിനയത്തിൽ നിന്ന് തുടങ്ങി അങ്ങനെ ഭഗവാൻ ഏറ്റവും മുകളിലത്തെ പടിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ കുറച്ച് കയറി എന്ന് പറയാം ഈ പാതയിൽ, അതായത് അധ്യാത്മജ്ഞാനം ആർജിക്കാനായിട്ടുള്ള ആ പാതയിൽ ചിലപ്പോ ഒരു 10 സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മള് ഫസ്റ്റ് ഫ്ലോറിലെത്തും, ചിലപ്പോ സെക്കൻഡ് ഫ്ലോറിലെത്തുന്ന, ചിലപ്പോ തേർഡ് ഫ്ലോറിൽ എത്തുന്നുണ്ടാവരാം. പക്ഷെ ആ 20ാമത്തെ നില അധ്യാത്മജ്ഞാന നിത്യത്വം, അതിലേക്ക് എത്താത്തവരെല്ലാം തന്നെ ശ്രീലാപ്രഭുപാദർ പറയുന്ന അവരെല്ലാം തന്നെ തുടക്കക്കാരാണ്. അപ്പോ ഞാൻ വളരെ വിനയാന്യതാണ്, എനിക്ക് നല്ല വിനയം, അപ്പൊ എനിക്ക് ആ ഒരു അറിവ് കിട്ടി, അല്ലെങ്കിൽ പറയും എനിക്ക് ഒന്നിനോടും ആസക്തിയില്ല, അല്ലെങ്കിൽ പറയും ചിലർ പറയും ഞാൻ യോഗ ചെയ്യുന്നതാണ്, ഞാൻ ഈ ആത്മസംയമനം പാലിച്ച ഒരാളാണ് എന്നൊക്കെ ചിന്തിക്കുക. പക്ഷെ അതെല്ലാം തന്നെ നമ്മുടെ തുടക്കത്തിൽ ഇതിനെ എത്തുന്നത്. പക്ഷെ നമ്മള് ആരാണ് ഭഗവാൻ, നമ്മൾ ഭഗവാൻ തമ്മിലുള്ള ആ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നത് വരെ നമ്മളെല്ലാവരും തന്നെ തുടക്കക്കാരാണ്. അപ്പോ ഇതെല്ലാം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന 20 കാര്യങ്ങളും
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മളെല്ലാവരും തന്നെ ഭഗവാൻ കൃഷ്ണന്റെ ആശ്രിതരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ നമ്മൾ വിനീതമായിട്ട് നമ്മൾ സേവനം അനുഷ്ഠിക്കണം. മറിച്ച് അദ്ദേഹത്തോട് മത്സരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഭൗതിക പ്രകൃതിയുടെ ആ കഷ്ടതകൾക്ക് അധീനപ്പെട്ടു പോകും. ഇതൊക്കെയാണ് ഏതജ്ഞാനം ഇതി പ്രോക്തം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് മാത്രമല്ല അവസാനത്തെ വരി എന്താണ് പറയുന്നത്? അപ്പുറം ഉള്ളതെല്ലാം തന്നെ ഇതിനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അജ്ഞാനമാണ്. അപ്പോൾ ഈ ഒരു അറിവ്, ഈ ഒരു സത്യം നമുക്ക് അറിഞ്ഞ് നമ്മള് ബോധ്യപ്പെടണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ 3 ദിവസം എടുത്തു. പക്ഷെ എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട 20 കാര്യങ്ങളാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. ഈ 20 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ കൃഷ്ണാവബോധത്തിൽ നമ്മൾ 80% നമ്മൾ വിജയം കൈവരിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എല്ലാവരും നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് ഈ ഓരോ ഗുണങ്ങളും ആർജിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഈ ഇതിന്റെ രത്നചുരുക്കം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. सुरेंद्र श्रीमद् भगवद गीता की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निताय गौर प्रेमानंदे। हरे हरे।